ഇവൻ ലൈവ് ചെയ്തിരിക്കുമ്പോൾ ഒരാൾ ഈ ലിങ്കിൽ തൊട്ടാൽ കോടീശ്വരനാവാം എന്ന് പറഞ്ഞു. ഇവൻ അത്യാഗ്രഹം കൂടി അതിൽ തൊട്ടു. പെട്ടെന്ന് ലൈവ് മാറി ഒരു ഓഫീസിന്റെ പാർക്കിംഗ് ഏരിയ കാണിച്ചു. അവിടേക്ക് വന്ന ഒരു അപരിചിതൻ സെക്യൂരിറ്റിയെ കത്തികൊണ്ട് ആക്രമിച്ച് ലിഫ്റ്റിൽ മുകളിലേക്ക് കയറി. പേടിച്ചിരണ്ട അവൻ ലൈവ് നിർത്താൻ നോക്കിയെങ്കിലും ലാപ്ടോപ്പ് ഹാങ് ആയി. ആ കൊലയാളി താനിരിക്കുന്ന ഓഫീസിലേക്കാണ് വരുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഭയന്ന് മേശയ്ക്കടിയിൽ ഒളിച്ചെങ്കിലും ചാനലിലെ ലൈവ് ചാറ്റിൽ ആരോ മേശയ്ക്കടിയിൽ കാണും എന്ന് കുറിച്ചത് കണ്ട് കൊലയാളി നേരെ വന്ന് അവനെ പിടികൂടി. അപ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകൾ ലൈവിൽ കയറിയിരുന്നു. ജീവനും കൊണ്ട് ഓടിയ ഇവൻ 3-ാം നിലയിലെ ബാത്റൂമിൽ ഒളിച്ചു. ലൈവ് ചാറ്റിലുള്ളവർ സ്ഥലം പ്രവചിച്ചുകൊണ്ടേയിരുന്നു. ബാത്റൂമിൽ കയറിയ കൊലയാളി ക്യാബിനുകൾ ഓരോന്നായി തുറന്നു. 3-ാമത്തേതിൽ ഒരു ഡ്രൈവറായിരുന്നു. ഒരു നിലവിളിയോടെ കൊലയാളി മുന്നോട്ട് നീങ്ങി. അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടലടർക്ക. ഒളിച്ചിരുന്നാൽ രക്ഷയില്ലെന്ന് മനസ്സിലാക്കി 4-ാം നിലയിൽ നിന്ന് ഡ്രൈവറുടെ വണ്ടിയുടെ താക്കോലുമായി പാർക്കിംഗിലേക്ക് ഓട്ടി. അവൻ കാറിൽ കയറി ഡോറുകൾ ലോക്ക് ചെയ്ത് ഫോണിലേക്ക് നോക്കിയതും ഞെട്ടി കൊലയാളി പുറത്തുനിന്ന് അവനെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. കാർ സ്റ്റാർട്ടാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അപ്പോഴാണ് കൊലയാളി ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി കാറിനടുത്തേക്ക് നീങ്ങിയത്. എന്നാൽ അപ്പോൾ ആദ്യമായി ലൈവ് ചാറ്റിൽ ആരോ പോലീസിനെ വിളിക്ക് എന്നെഴുതി. ഇനി ആരാദ്യമെത്തും, പോലീസോ അതോ കൊലയാളിയോ?